നല്ല ഇയർ ആവട്ടെ എന്റെ മുത്തിനെ. Cloistered in injustice, dead in the eye of time. Nobody is losing. Faces merchant change, but your face remain the same. The swallows will be here by dawn. ഹാപ്പി വിഷു പറയടാ. കുഞ്ഞ് ഡ്രസ് ചെയ്തിട്ട് ഹാപ്പി വിഷു പറയുള്ളൂ. നമ്മളും ചെറുതായിട്ട് ഇവിടെ ഒന്ന് വിഷു സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിന്റെ ചെറിയ ചെറിയ ഗ്ലിംസസ് ഒക്കെ ആയിട്ടുള്ളതാണ് ഇന്നത്തെ വ്ലോഗ്. ഹാപ്പി വിഷു. അമ്മക്കില്ലേ ഹഗില്ലേ? മുണ്ടുടുക്കണ്ടേ? മുണ്ടുടുക്കണ്ടേ? ആ എന്നാ മുണ്ട് അപ്പോൾ തരും. അമ്പടോ സുന്ദരമണിയായതോ. ഇത് ആര്യൻകുട്ടന്റെ വിഷുക്കോടിയാണ് കേട്ടോ. ഇതെല്ലാം ഞങ്ങളുടെ വിഷുക്കോടി. ഇത് അമ്മയുടെ വിഷുക്കോടി. ദിസ് ഇസ് മൈ വിഷുക്കോടി. ദിസ് ഇസ് കുക്കുന്റെ വിഷുക്കോടി. ചുള്ളൻ ആരാ? ചുള്ളൻ തൊടല്ലേ? ക്രാമറ തൊടാൻ പാടില്ല. അച്ചച്ചന്റെ വിഷുക്കോടിയുമായി അച്ചച്ചൻ വന്നു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. എല്ലാ ഞങ്ങളുടെ ഫാമിലിയുടെ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. സമ്പൽ സമൃദ്ധിയുടെ ആവട്ടെ ഈ ഒരു വിഷു. ഈ ഒരു വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളിയാവട്ടെ. മതിയോ? അമ്മ സുന്ദരിയായിട്ട് ഒന്നും കൂടെ പറയാം. അമ്മ പൊട്ട് വെച്ചില്ല, കണ്ണെഴുതിയില്ല, മുല്ലപ്പൂ വെച്ചില്ല. അപ്പൊ ഇവരെല്ലാരും റെഡി ആയി ഗൈസ്. ഞാനൊന്ന് കുളിച്ച് വന്നതേ ഉള്ളൂ. അപ്പൊ ഒന്ന് റെഡി ആയിട്ട് നമുക്ക് കണി കാണാൻ പോവാം. ഓക്കെ. അപ്പൊ ആദ്യം എന്റെ സിറം ഞാനൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ദെൻ എന്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസർ, എന്റെ സൺസ്ക്രീൻ. സോ ഇന്ന് വിഷു ആയതുകൊണ്ട് ഞാൻ ചെറിയ ഒരു കുട്ടി മേക്കപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം. എനിക്ക് എപ്പോഴും വളരെ സ്മൂത്ത് ആൻഡ് ക്രീമി ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് അപ്ലൈ ചെയ്യുന്നതാണ് ഇഷ്ടം. നമ്മുടെ ലിപ്സിന് ഒത്തിരി ഡ്രൈ ഔട്ട് ചെയ്യാത്ത ലിപ്സ്റ്റിക്സ് ഉണ്ടല്ലോ. പക്ഷേ ഈ ക്രീമി മാറ്റ് ലിപ്സ്റ്റിക്സിൻ്റെ ഒക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ദേ ഡോണ്ട് ലാസ്റ്റ് ലോങ്. സോ ഞാൻ നല്ലൊരു മാറ്റ് ലിപ്സ്റ്റിക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല സ്മൂത്ത് ടെക്സ്ചർ ഉള്ള, നല്ലോണം ലോങ് ലാസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് എനിക്കിത് കിട്ടിയത്. മാമാഅർത്ത് ഇൻട്രൊഡ്യൂസസ് ക്രീമി മാറ്റ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക് ദാറ്റ് ഡെലിവേഴ്സ് എ ഹൈലി പിഗ്മെന്റഡ് ക്രീമി മാറ്റ് ടെക്സ്ചർ ദാറ്റ് ലാസ്റ്റ് ഫോർ 8 hours. അതും വിത്തൗട്ട് എനി ഡ്രൈനെസ്. ഇത് നമ്മുടെ ലിപ്സിന് ആ ഒരു ഇൻറ്റൻസ് നറിഷ്മെന്റ് തരും. ഇതിൽ ഗുഡ്നെസ് ഓഫ് മിറമോറു ബട്ടർ ആൻഡ് വൈറ്റമിൻ ഇ ഉണ്ട് വിച്ച് പ്രിവെന്റ്സ് പിഗ്മെന്റേഷൻ. ഇത് ബ്ലീഡ് പ്രൂഫ് ആണ്, ഫ്ലേക്ക് പ്രൂഫ് ആണ് ആൻഡ് ഓഫേഴ്സ് 1 stroke ആപ്ലിക്കേഷൻ. 08 ഹിബിക്കസ് നൂർ എന്നുള്ള ഷെയ്ഡാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ് കേട്ടോ. ഇതില് ടോക്സിൻസ് ഓർ ഹാർംഫുൾ കെമിക്കൽസ് ഒന്നുമില്ല. സോ സേഫ് ടു യൂസ് എവറി ഡേ. ഇതിന്റെ ഒരു നോൺ ഡ്രൈയിങ് ഫോർമുല കാരണം നമുക്ക് ഡെയിലി ബേസിൽ ഇത് വെയർ ചെയ്യാനും നല്ലോണം കംഫർട്ടബിൾ ആണ്. ഇത് ആപ്രിക്കറ്റ് ടോപ്പ് എന്നുള്ള ഒരു ഷെയ്ഡാണ്, ഒരു ബ്രൗൺ ഷെയ്ഡാണെന്ന് തോന്നുന്നു. നമുക്കിത് ട്രൈ ചെയ്യാം. നല്ല ബ്യൂട്ടിഫുൾ ബ്രൗൺ ഷെയ്ഡാണ്, നല്ല പിഗ്മെന്റഡ് ആണ്. ഐ റിയലി ലവ് ദിസ് വൺ. ഇത് നല്ലൊരു ഫ്ലാഷി റെഡ് ഷെയ്ഡാണ്. ഇൻ ദ ഷെയ്ഡ് റൂബി ക്രഷ്. ഇത് 9 മെസ്മറൈസിങ് ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. അതെല്ലാം ഇന്ത്യൻ സ്കിൻ ടോൺസിന് സ്യൂട്ടബിൾ ആണ്. ബെസ്റ്റ് പാർട്ടേഴ്സ് ഇതെല്ലാം സൂപ്പർ അഫോർഡബിൾ ആണ്. 399 rupees ഓൺലി. മാമാഅർത്തിന്റെ ഈ മൈസലാർ ജെന്റിൽ മേക്കപ്പ് റിമൂവർ വൈപ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് വാട്ടർ പ്രൂഫ് മേക്കപ്പ് ഈസി ആൻഡ് ക്വിക്ക് ആയിട്ട് റിമൂവ് ചെയ്യാം. ഇതിൽ മൈസലാർ വാട്ടർ ആൻഡ് അലോവേര ഉണ്ട്. ഇത് സ്കിൻ നല്ലോണം ഹൈഡ്രേറ്റ് ചെയ്യും, സൂത്ത് ചെയ്യും, ട്രാവൽ ഫ്രണ്ട്ലി ആണ്. കൂടാതെ മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആണ്. സോ ദാറ്റ് നമുക്ക് എവറിഡേ യൂസ് ചെയ്യാം. മാമാഅർത്തിന്റെ പ്ലാന്റ് ഗുഡ്നസ് ഇനീഷ്യേറ്റീവിനെ കുറിച്ചിട്ട് പറയാം. വെനെവർ യു പർച്ചേസ് ഫ്രം മാമാഅർത്ത് ദേ ലിങ്ക് യുവർ ഓർഡർ ഓൺ ദ വെബ്സൈറ്റ് ടു എ ട്രീ ദാറ്റ് എ പ്ലാന്റ്. ഈ ട്രീ നമുക്ക് ഓർഡറിൽ കൂടെ ട്രാക്ക് ചെയ്യാൻ പറ്റും. ബൈ 2025 മാമാഅർത്ത് is aiming to plant 1 million trees as a part
ഓഫ് ദിസ് ഇനീഷ്യേറ്റീവ്. മാമഅർത്തിന്റെ പ്രൊഡക്ട്സ് എല്ലാം ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക എന്നിവയിൽ അവൈലബിൾ ആണ്. കൂടാതെ നിങ്ങൾക്ക് അടുത്തുള്ള മാമഅർത്തിന്റെ സ്റ്റോഴ്സിലും കിട്ടും. യൂസ് മൈ കൂപ്പൺ കോഡ് NIMI2024 ടു ഗെറ്റ് 20% ഓഫ് ഓൺ മാമഅർത്ത് വെബ്സൈറ്റ് ആൻഡ് ആപ്പ്. ലിങ്ക് ഇത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾ തകൃതിയായിട്ട് പടക്കൊക്കെ പൊട്ടിച്ചു കേട്ടോ. പൂത്തിരി, കമ്പിത്തിരി, നിലച്ചക്രം ഇതൊക്കെയായിരുന്നു മെയിൻ ഐറ്റംസ്. എല്ലാവരും കൂടെ ആകുമ്പോൾ ഒരു രസം, അത്രേ ഉള്ളൂ കേട്ടോ. ആരും കൂട്ടും പേടിയായതുകൊണ്ടേ കുറച്ച് ദൂരെ പോയിട്ട് മാറി. ഞാൻ എത്ര വിളിച്ചിട്ടും വന്നില്ല. എന്നാലും ഞങ്ങൾ ഇന്നലെ പൊളിച്ചു രാത്രി. റെഡി 1 2 3. സോ ഗൈസ്, ഞാനും കൂടി റെഡിയായി. ഇതൊരു ചിക്കൻ കറി കുർത്തിയാണ്. എനിക്ക് ഈ വിഷയം മുല്ലപ്പൊക്കെ വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. സോ ഇന്നലെ പോയിട്ട് മുല്ലപ്പൊക്കെ മേടിച്ചു. മുല്ലപ്പ് അഴിഞ്ഞു പോയി, ഞാൻ ഒന്നും കൂടി വെക്കട്ടെ. അപ്പോൾ എന്തായാലും ശരി, നമുക്ക് പോയിട്ട് കണി കാണാം കേട്ടോ. തിരിഞ്ഞ് ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും. 1 2 3. അമ്മേനെയാണോ കടി നോക്കിയത്? വിഷുക്കണിയാണോ? കുറച്ച് കഴിഞ്ഞ് തൊട്ട് നോക്കാം കേട്ടോ. അപ്പൊ എന്തായാലും നമ്മളുടെ ഇപ്രാവശ്യത്തെ വിഷുക്കണിയാണിത്. ഇന്നലെ രാത്രി ഞാനിങ്ങനെ ഒരുക്കി വെച്ചു. കണി നല്ലതാണോ? അമ്മ എന്നെക്കാളും എല്ലാരെക്കാളും നന്നായിട്ട് കണി വെക്കും. പക്ഷെ ഇപ്രാവശ്യം അമ്മയ്ക്ക് റെസ്റ്റ് കൊടുത്തു. അതെ, അമ്മ ഇന്നലെ പറയായിരുന്നു, ഏട്ടൻ ഉണ്ടായതിനു ശേഷം അമ്മ നേരെ വന്നിട്ട് കണി കണ്ടിട്ടില്ല. ഇന്ന് എപ്പോഴും കണി വെച്ച് രാവിലെ എനിക്ക് സ്വന്തം കാണാറാ. ഇന്നപ്പം അമ്മ കണി കണ്ടു കുറേ വർഷത്തിന് ശേഷം, അല്ലേ? അപ്പം ആദ്യം തന്നെ ഇവിടുത്തെ ഏറ്റവും ചെറിയ സന്തതിക്ക് അച്ഛൻ കൈനീട്ടം കൊടുക്കാൻ പോവാണേ. കൈനീട്ടം ടോയ്സ് മേക്കാൻ പൈസ. താങ്ക് യു. താങ്ക് യു ഇല്ല, ഹഗ് കൊടുക്കും. ഇനി അപ്പ തരട്ടെ. ടോയ്സ് മേടിക്കോ ഇതുകൊണ്ട്? എത്ര ടോയ്സ് മേക്കും? 2 ടോയ്സ് മേടിച്ചോ? 2 ടോയ്സ്. തരുമോ പൈസ? തരൂല. കുറേ ടോയ്സ് മേടിക്കാൻ പറ്റട്ടെ ഇവല്ല. ഐ ലവ് യു. ഹാപ്പി വിഷു. ഇതെന്താ മേച്ച? ഇതിനെ കൊണ്ട് എന്താ മേച്ച? ഇനി അമ്മ പൈസ തരാമേ, കൈനീട്ടം. ഇതുകൊണ്ട് കുഞ്ഞ് എന്താ മേച്ച? ഇതുണ്ട് 2 ടോയ്സ് ആണ്. അപ്പോൾ ഷർട്ട് വേണ്ട, പുതിയ ഷർട്ട് മേച്ചനേ. നല്ല ഇയർ ആവട്ടെ എൻ്റെ മുത്തിന്. ഐ ലവ് യു. അമ്മൂന്നെ ഹഗ് ചെയ്തില്ല. എന്റെ അമ്മൂ, എന്റെ മുട്ടിനെ ഹഗ് ചെയ്യാണ്ട് ഞാൻ എവിടെ പോവാ? ഐ ലവ് യു. രണ്ട് കൈയുണ്ട് മേക്ക് മുത്തേ. എന്റെ അമ്പമ്പോ എല്ലാരും കാല് പിടിക്കുന്നുണ്ട്.
എന്റെ മോൻ ചോദിക്കാണ് അവൻ ഷൈൻ കൊടുത്തു കഴിഞ്ഞാൽ എന്റെ കാല് തൊടുന്ന്. എന്നാൽ എന്റെ കുഞ്ഞാ അതാണ് ആര്യൻകുട്ടന്റെ ഭണ്ണാരാണിത്. ബാങ്ക്. പൈസ തന്നെ അമ്മയ്ക്ക്. ബാങ്ക് കാണിച്ചു കൊടുക്കുക. ആര്യൻകുട്ടന്റെ ബാങ്ക് കാണിച്ചു കൊടുക്കുക എല്ലാവർക്കും. ഇതാണ് ആര്യൻകുട്ടന്റെ ബാങ്ക് കേട്ടോ. ഇതാ ഗോപു കൊണ്ടുവന്നാണ് ഒരു ട്രാവൽ കഴിഞ്ഞിട്ട് വരുമ്പോ. ഇന്നത്തെ ഒരു വിശേഷ ദിവസമായതുകൊണ്ട് നമ്മൾ ഒരു ഫാമിലി ഫോട്ടോഷൂട്ട് ചെയ്യാൻ പോവാണ്. നമുക്ക് കുറേ വർഷം കഴിഞ്ഞാലും ഇങ്ങനത്തെ നല്ല നല്ല ദിവസങ്ങൾ ഓർമ്മ വേണം. അപ്പൊ ഫോട്ടോസ് എടുക്കാം നമുക്ക് അല്ലേ. എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഫോട്ടോഷൂട്ട് ആയി. A significant light, just where it was needed, gleamed in black as night, cloistered in injustice, dead. ഹാപ്പി വിഷു പറ. സോറി കണ്ണ. സോറി കണ്ണക്കുട്ടപ്പ. ഹാപ്പി വിഷു പറ. ആ ശരിയില പറയുന്നത്. സ്പൈഡർമാൻ വേഴ്സസ് കൃഷ്ണൻ ആണോ? ആര്യൻകുട്ടനാണോ സ്പൈഡർമാൻ? ഇത് കൃഷ്ണൻ, അത് സ്പൈഡർമാൻ. രണ്ട് സൂപ്പർ ഹീറോ. അപ്പോൾ വിഷു ആയിട്ട് ഇനിയിപ്പോൾ നമുക്ക് സദ്യയുടെ സമയമാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു സെറ്റായി. ഇന്ന് ഇഡലി ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യലായിട്ട്. ഇനിയിപ്പം സദ്യ നമ്മൾ അടുക്കളയിൽ കിടന്ന് മെനക്കെട്ട് ഉണ്ടാക്കുന്നൊന്നുമില്ല. നമ്മൾ എല്ലാ വർഷവും വിഷുവിന് ഇവിടെ ഓർഡർ ചെയ്യും സദ്യ. നേരത്തെ നമ്മുടെ വൃന്ദാവനിൽ വിളിച്ച് ബുക്ക് ചെയ്യും. അവരുടെ സദ്യ ചിക്കൻ സദ്യ അല്ലേ. നമ്മുടെ വലിയൊരു ടൈം ഈ അടുക്കളയിൽ കടന്നിട്ട് എല്ലാരും കൂടി എന്താ പറയാ ഇല്ലാതാക്കുന്നതിനെക്കാട്ടും നല്ലത് ഇവിടെ ഇരുന്ന് നമ്മൾ റിലാക്സ് ചെയ്ത് നമ്മുടെ കഥകളൊക്കെ പറഞ്ഞിരുന്ന് സമയത്ത് നല്ല സദ്യ എത്തും. അടുക്കളയും കിച്ചണും കേടാകൊണ്ട ഒരു സദ്യ ഉണ്ടാക്കാന്ന് പറഞ്ഞാല് ഞാൻ അത് പ്രൊമോട്ട് ചെയ്യല്ല ഗൈസ്. എന്നാലും പച്ചക്കറി അരിയുന്ന തൊട്ട് കുക്കിംഗ് തൊട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ തീരില്ലല്ലോ. അത് ഉണ്ടാക്കിയ പാത്രങ്ങൾ കഴുകി വെക്കണം, കിച്ചൺ ക്ലീൻ ചെയ്യണം, ഈവൻ എത്ര പാത്രങ്ങൾ, എത്ര തേങ്ങ ചിരകണം. അപ്പൊ എല്ലാം കൂടെ നമ്മൾ വിഷു ഓണം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ ആയിട്ട് പണ്ടൊക്കെ അവിടെ ഗോപന്റെ വീട്ടിൽ പോയി ഇപ്പോഴും അമ്മക്ക് നിർബന്ധമാണ് ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ളത്. അല്ല ഈ കൂട്ടുകുടുംബമായിട്ട് നിൽക്കുന്ന വീടുകളിലും ഇപ്പോഴും പല വീടുകളിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്നാലും നമ്മള് ഇപ്പം ഈ ജനറേഷനൊക്കെ മിക്കവാറും കുറച്ച് ആൾക്കാരൊക്കെ വാങ്ങി ഹാപ്പി ആയിട്ട് കഴിക്കുക, ഒരുമിച്ചിരുന്ന് കഴിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റേ ഉള്ളൂ. അതാണ് ഒരുമിച്ച് ഇരിക്കണം. ഇപ്പൊ അടുക്കളയിൽ എല്ലാവരും കൂടി നമുക്ക് വർത്താനം പറയുന്ന സമയം കിട്ടില്ല. വല്ലപ്പോഴാണ് ഇവരൊക്കെ വരുന്നത്. അങ്ങനെ സമയം ഉച്ചയായി. ഗോപു പോയിട്ട് സദ്യ കൊണ്ടുവന്നു. പലതരം വിഭവങ്ങളുണ്ട്, 2 തരം പായസം ഉണ്ട്. പിന്നെ ഇന്ന് വിഷു ആയിട്ട് നമുക്ക് 2 പേരുണ്ട് കൂടെ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് നല്ലൊരു പിടുത്തം പിടിക്കാം. ഒരാൾ സാരി കൊടുത്ത് സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല മലയാളി മങ്കി ആയിട്ട്. നോട്ട് മങ്കി, മങ്ക, നോട്ട് ദ പോയിന്റ് ഗൈസ്. മങ്കി അതല്ലേ കറക്റ്റ്. സദ്യ ടൈം എന്ന് വെച്ചാൽ കയോസാണ് ഒരു വീട്ടിൽ. നിങ്ങൾക്ക് അറിയാലോ എവിടെ ഇരിക്കണം, ആരിക്കണം, എങ്ങോട്ടിരിക്കണം. അപ്പൊ ഇതൊക്കെ ഞങ്ങൾ അത് സോർട്ട് ചെയ്യട്ടെ. ഒരുത്തൻ മിക്കവാറും പപ്പടം ഇവിടെ തീർക്കാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. ഓരോരോ ഇലയിലും പോയിട്ട് പപ്പടം എടുത്ത് കഴിക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ കാണുന്നുണ്ട് കേട്ടോ. Just where it was needed, gleamed in black as night, cloistered in injustice, dead in the eye of time. Nobody is losing. Faces merge and change, but your face remains the same. അപ്പോൾ നമ്മൾ നല്ലൊരു സദ്യ കഴിച്ചു. നല്ല ഉറക്കം വരുന്നുണ്ട് സത്യം പറഞ്ഞാല്. മാത്രല്ല ഇന്ന് വൈകിട്ട് നമ്മൾ വർഷങ്ങൾക്ക് മുൻപ് സിനിമ വർഷങ്ങൾക്ക് ശേഷം മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് സിനിമയ്ക്ക് പോകണം. അതിന് മുന്നേ സത്യം പറഞ്ഞ ഒരു പടം കണ്ടിട്ടില്ല നമ്മള്. ആവേശം കണ്ടിട്ടില്ല, വർഷങ്ങൾക്ക് ശേഷം കണ്ടിട്ടില്ല, ആടുജീവിതം കണ്ടിട്ടില്ല. ഇന്നെന്തായാലും ഫാമിലി ആയിട്ട് അച്ഛനും അമ്മയും എല്ലാരും കൂടി കൂട്ടിയിട്ട് വർഷങ്ങൾക്ക് ശേഷം കാണാൻ പോവുകയാണ്. അവിടെ തുടങ്ങും നമ്മൾ. ഇനി ബാക്ക് ടു ബാക്ക് സിനിമകളുടെ സമയമാണ്. മൊത്തം കണ്ടു തീർക്കണം. അപ്പം കുറച്ചു നേരം ഉറങ്ങണമെന്ന് വെച്ചാൽ ഉറങ്ങണം. കാരണം രാവിലെ 5 മണിക്ക് എണീറ്റ് കണി കണ്ടാണ്. ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ വെച്ചാണ്. നിങ്ങൾക്ക് കണി ഇഷ്ടപ്പെട്ടോ? നല്ല ഗംഭീര കണിയായിരുന്നു. അച്ഛനും അമ്മയും പറഞ്ഞു, ഞാനും പറഞ്ഞു. ഭയങ്കര ഐശ്വര്യമായിരുന്നു കാണാൻ. മൊത്തം വെച്ചത് മാലയും സാധനങ്ങളെല്ലാം ഗംഭീരമായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ വൈകുന്നേരം എന്നെ കാണായിരുന്നു ഗൈസ്. പാലാരിവട്ടത്ത് എനിക്ക് തോന്നുന്നു കുറെ പേരൊക്കെ എന്നെ കണ്ടിട്ടുണ്ടാവും. ഒരു പെണ്ണ് അവിടെ തത്തക്കും പിത്തക്കും തേരാ പാരം നടക്കുന്നുണ്ടായിരുന്നില്ല. അത് ഞാൻ തന്നെയാണ്.
മൊത്തം ഇന്നലെ രാത്രിയാണ് പോയിട്ട് എല്ലാം മേടിച്ചു കൊണ്ടുവന്നത്. ഒരു കയ്യില് ചക്ക, ഒരു കയ്യില് പടക്കം, കമ്പിത്തിരി, പൂത്തിരി, ഒരു കയ്യില് പൂമാലകള് എല്ലാം കൂടെ ഞാൻ അങ്ങ് നടക്കുമായിരുന്നു പാലാരിവട്ടത്തൂടെ. പക്ഷെ നോർമലി ഞാനാണ് എല്ലാം മേടിക്കാറ്, എല്ലാ വർഷവും ഞാനാണ് പോയി എല്ലാം കൊണ്ടുവയ്ക്കാറ്. കഴിഞ്ഞ വർഷം വന്നപ്പോൾ മേടിക്കാൻ പോയത് ഞാൻ മറന്നിട്ടില്ല. താഴെ ഒരു മരമുണ്ട് നമുക്ക് താഴെ സെക്യൂരിറ്റി ഗേറ്റിന് അടുത്ത്. അപ്പൊ അവിടെ കയറി ഞാൻ നോക്കുമ്പോൾ എന്റെ വിഷു ഗോപു ആ സമയത്ത് അന്ന് നമുക്ക് എല്ലാവർക്കും വല്ലതും പറ്റിയ വിഷമാവില്ല. ഒരു വിഷു ഒക്കെ ആകുമ്പോൾ അതിന്റെ മുകളിൽ കയറി ഗോപുവിന്റെ കാലം അവിടെ കുടുങ്ങി, ഗോപു താഴെ പോയി. ഇങ്ങനെയായിരുന്നു മരം, ട്വിസ്റ്റായി മരം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ മോളിന്ന് പറിച്ച് കാലിടയിൽ കുടുക്കി താഴോട്ടിറങ്ങിയതാ. ഈ കാല് വരാൻ മറന്നുപോയി. ആ പാലാരോട്ട് കാലിങ്ങനെ വെച്ചിട്ട് ഒന്നപ്പോ കിട്ടും ട്വിസ്റ്റ് ആയിട്ട് കുടുങ്ങി. അമ്മോ, ഇപ്രാവശ്യം അതുകൊണ്ട് ഞാൻ ഒന്നിനും മെനക്കെടുത്തിട്ടില്ല. കാരണം എന്നെ കൊണ്ട് വയ്യ. ഒരു വിഷു ഒക്കെ ആകുമ്പോൾ ഒരാൾക്ക് വീട്ടിൽ കാലൊക്കെ പണിയിട്ട് കിടക്കാന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു വിഷമല്ലേ. ഞാൻ ഫുള്ള് ചില്ല് ചെയ്ത് റിലാക്സ് ചെയ്ത് ഒന്നും അറിഞ്ഞിട്ടില്ല. എല്ലാം ഞാൻ പോയിട്ട് സെറ്റാക്കിയിട്ട് കൊണ്ടുവന്നാണ് ഇപ്രാവശ്യം. അതുകൊണ്ട് എനിക്ക് മനസ്സമാധാനമുണ്ട്. താങ്ക് യു. അതെ, അപ്പൊ എന്തായാലും ഈ വർഷത്തെ വിഷുവും പതിവ് പോലെ ഞങ്ങളുടെ ഒരു കുഞ്ഞു ഫാമിലി ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചു. അപ്പൊ അതിന്റെ ഒരു പാർട്ടാവാൻ നിങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു വർഷമാവട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും, എല്ലാ മലയാളികൾക്കും, ലോകത്തുള്ള എല്ലാവർക്കും ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും തരട്ടെ. നമുക്കും ഒരുപാട് നല്ല നല്ല വ്ളോഗ്സ് ഒക്കെ ചെയ്യാൻ പറ്റട്ടെ. അരുൺ ഗോപനും നല്ലോണം പാട്ടുകളൊക്കെ ചെയ്യാൻ പറ്റട്ടെ. അരിൻകുട്ടനും എല്ലാ കുഞ്ഞുങ്ങളും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. അപ്പൊ ശരി, അടിപൊളി വർഷമാവട്ടെ. താങ്ക് യു. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാപ്പി വിഷു. Love you all. Bye. Swallows will be here by dawn. Happy Vishu.